വെൽക്കം ബാക്ക് ടു ലിറ്റിൽ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ എ ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന സ്പീച്ചിൻ്റെ സമ്മറിയാണ്. എ ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി ഇസ് എ ഫേമസ് സ്പീച്ച് ഗിവൺ ബൈ ജവഹർലാൽ നെഹ്റു, ദ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ജവഹർലാൽ നെഹ്റു പറഞ്ഞിട്ടുള്ള ഒരു സ്പീച്ചാണ് എ ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി. He delivered this speech on the night of 14 August 1947, just before India became free from British rule. ഈ സ്പീച്ച് അദ്ദേഹം ഡെലിവർ ചെയ്തിട്ടുള്ളത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിൻ്റെ കുറച്ച് മുൻപായിട്ടാണ്. നെഹ്റു begins the speech by saying that long ago India made a promise to destiny, a promise to become free and shape its own future. കുറേ വർഷങ്ങൾക്ക് മുൻപായി ഇന്ത്യ ഒരു പ്രോമിസ് ഡെസ്റ്റിനിയുമായിട്ട് മീറ്റ് ചെയ്ത സമയത്ത് ഒരു പ്രോമിസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ആ പ്രോമിസ്? ഫ്രീ ആവുമെന്നും അതുപോലെ തന്നെ സ്വന്തം ഫ്യൂച്ചർ ഇന്ത്യ തന്നെ മെയ്ഡ് ചെയ്യും എന്നുള്ള കാര്യം പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അറ്റ് ദ സ്ട്രോക്ക് ഓഫ് മിഡ് നൈറ്റ് വെൻ ദ ഹോൾ വേൾഡ് വാസ് സ്ലീപ്പിംഗ്, ഇന്ത്യ വോക്ക് അപ്പ് ടു ലൈഫ് ആൻഡ് ഫ്രീഡം. അർദ്ധരാത്രി നമ്മളെല്ലാം ഉറങ്ങുന്ന ആ സമയത്താണ് ഇന്ത്യ വോക്കപ്പ് ചെയ്യുന്നത്. പുതിയൊരു ലൈഫിലേക്കും പുതിയൊരു ഫ്രീഡത്തിലേക്കും ഇന്ത്യ ഉയർന്നെഴുന്നേൽക്കുകയാണ്. This moment was very special because it marked the end of British rule and the beginning of a new chapter in India's history. ഇന്ത്യനെ സംബന്ധിച്ച് ഫ്രീഡം കിട്ടുക അല്ലെങ്കിൽ ബ്രിട്ടീഷ് റൂളിൽ നിന്ന് ഫ്രീ ആവാന്ന് പറയുന്നത് ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള ഒരു മൊമെൻ്റാണ്. ഇന്ത്യൻ്റെ ഹിസ്റ്ററിയിൽ തന്നെ ഒരു ന്യൂ ബിഗിനിങ് ആണ് ഇത് മാർക്ക് ചെയ്യുന്നത്. He explained that India's freedom came after many years of struggle and sacrifice by countless freedom fighters. പിന്നീട് നെഹ്റു എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, ഇന്ത്യക്ക് ഫ്രീഡം കിട്ടിയത് പെട്ടെന്നൊന്നും കിട്ടിയതല്ല, ഒരുപാട് ആളുകളുടെ ജീവിതം തന്നെ മാറ്റിവെച്ച് അവരുടെ ലൈഫ് തന്നെ സാക്രിഫൈസ് ചെയ്തിട്ടാണ് നമുക്ക് ഫ്രീഡം കിട്ടിയിട്ടുള്ളത്. ഈവൻ ദോ ഇൻഡിപെൻഡൻസ് ഹാഡ് ഫൈനലി ബീൻ അച്ചീവ്, Nehru reminds the people that freedom was not the end of their work, it was only the beginning of a bigger responsibility. ഇവിടെ നെഹ്റു പറയുന്നത് ശരിയാണ്, നമുക്ക് ഫ്രീഡം കിട്ടിയിട്ടുണ്ട്, പക്ഷേ ഫ്രീഡം എന്ന് പറയുന്നതും ഒന്നിൻ്റെയും അവസാനമല്ല, ജസ്റ്റ് ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ആണ്. നമ്മളെ മുന്നിലുള്ള ഒരു ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റിനെ, ഇന്ത്യനെ ഇനിയും ബിൽഡ് ചെയ്യാന്നുള്ള ഒരു റെസ്പോൺസിബിലിറ്റി, അതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ആണ്. ഫ്രീഡം ഒന്നിൻ്റെയും ഒരു എൻഡ് അല്ല, ജസ്റ്റ് ഒരു സ്റ്റാർട്ടിംഗ് ആണെന്നാണ് നെഹ്റു പറയുന്നത്. നെഹ്റു സ്ട്രെസ്സസ് ദാറ്റ് the people of India must now work hard to remove poverty, ignorance, disease and inequality. നെഹ്റു എടുത്തു പറയുന്നുണ്ട്, സ്ട്രെസ് ചെയ്ത് പറയുന്നുണ്ട്, ഇന്ത്യയിലുള്ള ജനങ്ങൾ ഓരോരുത്തരും നന്നായി ഹാർഡ് വർക്ക് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട്? ഇവിടെയുള്ള പോവേർട്ടി, ഇഗ്നോറൻസ്, ഡിസീസ് ആൻഡ് ഇനീക്വാലിറ്റി ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള ഓരോ ജനങ്ങളും കഠിനമായിട്ട് തന്നെ ഹാർഡ് വർക്ക് ചെയ്യണം. True freedom, according to him, means improving the lives of common people and ensuring justice and equality for everyone. അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഫ്രീഡം എന്ന് പറയുന്നത് അതൊരിക്കലും രാജ്യം ഫ്രീ ആവാന്നുള്ള മീൻസിലല്ല അദ്ദേഹം പറയുന്നത്. ഇവിടെയുള്ള ഇന്ത്യയിൽ ജീവിക്കുന്ന ഓരോ ജനങ്ങളും എല്ലാവർക്കും തുല്യനീതിയും അതുപോലെ തന്നെ എല്ലാവരെയും ഈക്വലായി കാണും വേണം, അവർക്കൊക്കെ ജീവിക്കാൻ നല്ലൊരു ബെറ്റർ സിറ്റുവേഷൻ ഒരുക്കി കൊടുക്കണം. ഇതൊക്കെയാണ് നെഹ്റുവിനെ സംബന്ധിച്ച് ഇന്ത്യ ഫ്രീ ആവുക എന്ന് പറയുന്നത്. He also speaks strongly about unity. India is a country of many religions, language and culture, but Nehru insists that all Indians are equal. വീണ്ടും അദ്ദേഹം സ്ട്രോങ് ആയി സ്ട്രെസ് ചെയ്ത് പറയുന്ന ഒരു കാര്യമാണ് ഇന്ത്യക്കാർക്കിടയിലുള്ള യൂണിറ്റി, ഐക്യം. ഇന്ത്യ എന്ന് പറയുന്നത് ഒരുപാട് റിലീജിയനും ഒരുപാട് ലാംഗ്വേജസും ഒരുപാട് കൾച്ചേഴ്സൊക്കെ ഫോളോ ചെയ്യുന്ന ഒരു രാജ്യമാണ്. അങ്ങനെയുള്ള ഒരു രാജ്യത്ത് എന്തായാലും ഈക്വാലിറ്റി വേണം, ഒരു യൂണിറ്റി വേണം ആളുകൾക്കിടയിൽ. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യക്ക് ഫ്രീഡം കിട്ടിയതിനൊരു കാര്യം ഉണ്ടാവുള്ളൂ. ഇന്ത്യക്ക് ഡെവലപ്പ് ആവാൻ എല്ലാവരും ഒത്തൊരുമയോടെ തന്നെ പ്രവർത്തിക്കണം. He warns that hatred, division and narrow thinking can harm the nation. Instead, people should live together in peace and respect one another. അദ്ദേഹം പറയുന്നുണ്ട്, ഇന്ത്യയിൽ ഉള്ള ആളുകൾക്കിടയിലുള്ള ആ വെറുപ്പ്, ക്ലാസ് ഡിവിഷൻ, പിന്നെ തിങ്ക് ചെയ്യുന്നതിൻ്റെ രീതി, അതായത് ചില ആളുകൾ നാരോ തിങ്കിങ് ആയിരിക്കും, ഒരിക്കലും ഒരു ഡെവലപ്പ് ചിന്താഗതിയൊന്നും വരുന്നില്ല. അത്തരത്തിലുള്ള ആളുകൾ നമ്മളെ ഇന്ത്യക്ക് നാശമാണ് കൊണ്ടുവരുന്നത്, ഡെവലപ്പിനൊക്കെ നെഗറ്റീവായിട്ടാണ് ബാധിക്കുന്നത്. പകരം എങ്ങനെ ജീവിക്കണം എന്നാണ് നെഹ്റു പറയുന്നത്? എല്ലാവരും പരസ്പരം റെസ്പെക്റ്റ് ചെയ്ത് സമാധാനത്തോടെ കഴിയണം എന്നാണ് നെഹ്റു പറയുന്നത്. ഇൻ ദ ഫൈനൽ പാർട്ട് ഓഫ് ദ സ്പീച്ച്, Nehru calls upon every citizen to help in building a new and strong India. സ്പീച്ചിൻ്റെ അവസാനത്തിലേക്ക് നെഹ്റു പറയുന്നുണ്ട്, എല്ലാ ജനങ്ങളോടും
ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഇന്ത്യ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഹി ഏഴ്സ് ദം ടു വർക്ക് വിത്ത് ഡെഡിക്കേഷൻ, കറേജ് ആൻഡ് ഫെയ്ത്ത്. അതിനായിട്ട് എല്ലാവരും പൂർണ്ണ ഡെഡിക്കേഷനോടെ, ധൈര്യത്തോടെ, വിശ്വാസത്തോടെ തന്നെ അതിന് മുന്നോട്ട് വരണം. ഹി ഡ്രീംസ് ഓഫ് ആൻ ഇന്ത്യ ദാറ്റ് നോട്ട് ഓൺലി ഗ്രോസ് ഇൻ സ്ട്രെങ്ത് ബട്ട് ഓൾസോ വർക്ക് ഫോർ പീസ് ആൻഡ് പ്രോഗ്രസ് ഇൻ ദ വേൾഡ്. അദ്ദേഹം സ്വപ്നം കാണുന്ന ഇന്ത്യ എന്ന് പറയുന്നത് സ്ട്രെങ്ത് വൈസ് ഓക്കെ ആയിട്ടുള്ള ഒരു ഇന്ത്യ അല്ല. നമുക്കൊരു രാജ്യത്തിനെ കീഴടക്കാൻ പറ്റിയാൽ അത് സ്ട്രെങ്ത് വൈസ് ആണ്. അങ്ങനെയുള്ള ഒരു രാജ്യത്തെ അല്ല അദ്ദേഹം സ്വപ്നം കാണുന്നത്. അദ്ദേഹത്തിന് വേണ്ടത് പ്രോഗ്രസ്സും അതേസമയം ഇവിടെ എല്ലാ ജനങ്ങൾക്കും പീസ്ഫുള്ളായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയറുമാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ സ്പീച്ചിൻ്റെ ഒരു സമ്മറി ആയിട്ട് പറയാനുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.